ഒരു സോളിൻ്റെ പ്രസൻസ് അതെ ഇതിലടിച്ചു പോയി. ഈ നവരത്ന മോതിരങ്ങൾ എല്ലാവർക്കും ധരിക്കാം. ഡയമണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ്. ഈ രത്നങ്ങൾക്ക് യാതൊരു അശുദ്ധക്കേടും കൽപ്പിക്കുന്നില്ല. ഇത് ചിലർ പറയും അങ്ങനെ മരണ വീട്ടിട്ടുകൊണ്ട് പോകാൻ പാടില്ല. ഇന്ത്യൻ റെയിൽവേ അവരുടെ എഞ്ചിൻ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ്. ഈ ബ്ലൂ സഫയർ ധരിക്കുന്നത് എല്ലാവരും ചില അസ്ട്രോളജർ പറയും കണ്ട ശനിയല്ലേ പേടിക്കേണ്ട, ഏഴരാണ് ശനിയിൽ പേടിക്കേണ്ട, ശനിയുടെ കല്ല് വെച്ചിട്ടെന്ന് പറയും. ആ ശനി ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അഷ്ടമാധിപനോ 6ാം ഭാവാധിപനോ അല്ലെങ്കിൽ 8, 6, 8, 12 രാശികളിൽ അധിപനോ എല്ലാം ആണെന്നുണ്ടെങ്കിൽ തീർന്നു. ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ജന്മനക്ഷത്ര കല്ലുകൾ. വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ അവരുടെ ജന്മനക്ഷത്ര കല്ലുകൾ ചേരത്തുള്ളൂ. ചന്ദ്രൻ്റെ രത്നമാണ് ധരിക്കുന്നവർക്കൊക്കെ മഹാഭാഗ്യമുള്ളവരാണ്. കാരണം നല്ല മനസ്സിന് ഉടമയുള്ള ആൾക്കാരാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അജികുമാർ ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടൻ ഒരു ആസ്ട്രോളജറും ജെം കൺസൾട്ടന്റുമാണ്. നമസ്കാരം. നമസ്കാരം. എനിക്കൊന്നൊരു ജെം കൺസൾട്ടന്റ് ആദ്യമായിട്ടാണ് അബാക് മീഡിയയിലേക്ക് വരുന്നത്. ആദ്യമായിട്ടാണ്. യൂട്യൂബിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം വീഡിയോകൾ പബ്ലിഷ് ആയത് വേറെ വീഡിയോകൾ വരുന്നുണ്ട്, പോലും പറയാം. അബാക് ചാനലിൽ കാണാറുണ്ട്. നല്ല അഭിപ്രായമാണ്, നല്ല കമന്റുകൾ വരുന്നത്. എന്തായാലും നമ്മൾ വന്നൊരു ഗസ്റ്റ് തന്നെയാണ് ചേട്ടനെ നമുക്ക് സജസ്റ്റ് ചെയ്തത്. നല്ല സന്തോഷമുണ്ട്. ചേട്ടാ, ജ്യോതിഷവും ജന്മനക്ഷത്ര കല്ലുകളും ഇതെങ്ങനെയാണ് കണക്റ്റ് ആവുന്നത്? എന്തിനാണ് ജന്മനക്ഷത്ര കല്ലുകൾ ഉപയോഗിക്കുന്നത്? ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ജന്മനക്ഷത്ര കല്ലുകൾ. ജ്യോതിഷത്തിലെ ഓരോ നക്ഷത്രക്കാർക്ക് ഓരോ ജന്മനക്ഷത്ര കല്ലുകൾ പറയാറുണ്ട്. ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് വൈദൂര്യമാണ്. അത് ആ നക്ഷത്രത്തിലെ ആ കല്ല് ധരിച്ചാൽ ചിലർക്ക് നല്ലതായിട്ട് ഉണ്ടാകത്തില്ല. ആ വൈദൂര്യം ഒരാളുടെ ജനിക്കുന്ന സമയത്ത് ലഗ്നാൽ അഷ്ടമത്തിലാണ് ആ ഗ്രഹം സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും വന്നു ചേരും. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ നാളിൻ്റെ കല്ല് എല്ലാവർക്കും ചേരണമെന്നില്ല എന്ന് പറയുന്നത്. അപ്പം ഇത് ചേരുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനിച്ച വർഷം, മാസം, തീയതി, സമയം, അത് രാവിലെയാണോ വൈകിട്ടാണോ ജനിച്ചത്, അതൊക്കെ നോക്കിയിട്ട് ജാതകത്തിൽ ഗ്രഹനില, ആ ഗ്രഹനിലയിലാണ് നമുക്ക് മനസ്സിലാകുന്നത് ആ വ്യക്തിയുടെ ശരീരം സ്വീകരിക്കുന്ന രത്നം. ഇപ്പോൾ ജന്മനക്ഷത്ര കല്ല് ചേരുമെങ്കിൽ ധരിക്കാം, ചിലർക്കാണെങ്കിൽ ചേരത്തില്ല. 100 പേരുടെ ജാതകം പരിശോധിക്കുമ്പോൾ വിരലിലെണ്ണാവുന്നവർക്ക് മാത്രമേ അവരുടെ ജന്മനക്ഷത്ര കല്ലുകൾ ചേരത്തുള്ളൂ. സാധാരണ ഓരോ ജ്വല്ലറിയിലും ജന്മനക്ഷത്ര കല്ലുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് ചേരുമോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി ജെം കൺസൾട്ടിങ്ങിന് വയ്ക്കാറുണ്ട്. അത് അസ്ട്രോളജി മാത്രം പഠിച്ചാൽ പോരാ, അതിൽ ജെമ്മിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ജ്വല്ലറിയിൽ ഇരിക്കുന്ന അസ്ട്രോളജർ ഒരു വരുന്ന വ്യക്തിയുടെ ആദ്യം ചോദിക്കും ജനിച്ച വർഷവും തീയതിയും സമയം അറിയാമോ. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ജന്മസമയം അറിയില്ല എന്നുണ്ടെങ്കിൽ നക്ഷത്രം ചോദിക്കും. നക്ഷത്രപ്രകാരമുള്ള ഫലം നമ്മൾ പറയും. എന്നിട്ട് ആ ജന്മസമയം അറിയാവുന്നുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ ഗ്രഹനില അറിയാൻ സാധിക്കും. അവർക്ക് യോജിച്ച രത്നം നമുക്ക് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, തിരുവോണ നക്ഷത്രം നക്ഷത്രമാണ്, നല്ലതായിരിക്കട്ടെ, നല്ല നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഉയർന്ന നിലയിൽ ഉയർന്ന പദവികൾ അലങ്കരിച്ചിട്ടുള്ള വ്യക്തികളൊക്കെ എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ജന്മനക്ഷത്ര കല്ലെന്ന് പറഞ്ഞാൽ മൂൺ സ്റ്റോൺ, ചിപ്പിക്കാത്തിരിക്കുന്ന മുത്താണ് രത്നം. പേളെന്ന് പറയും. അതിൻ്റെ ഉപരത്നമാണ് ചന്ദ്രകാന്തം, മൂൺ സ്റ്റോൺ എന്നുള്ളത്. അവരുടെ രത്നം നമുക്ക് ധരിക്കാൻ അർഹതയുണ്ടെങ്കിൽ അത് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ചന്ദ്രൻ്റെ രത്നം എന്നുള്ള ചന്ദ്രൻ എല്ലാവരുടെയും മനസ്സാണ്. മാതൃകാരകനും മനകാരകനുമാണ് ചന്ദ്രൻ. അപ്പോൾ ഒരാളുടെ മനസ്സ് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് ജാതകം നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാം. ആ ചന്ദ്രന് പാപയോഗം ഇല്ലെങ്കിലും അതേപോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ചന്ദ്രൻ്റെ ബലം, ഇതൊക്കെ നോക്കണം. ലഗ്നത്തെ ആസ്പദമാക്കിയിട്ടാണ് രത്നങ്ങൾ ധരിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ രത്നമാണ് ധരിക്കുന്നവർക്കൊക്കെ മഹാഭാഗ്യമുള്ളവരാണ്. കാരണം നല്ല മനസ്സിന് ഉടമയുള്ള ആൾക്കാരാണ്. ചന്ദ്രൻ്റെ രത്നം, മൂൺസ്റ്റോൺ അഥവാ പേളെന്ന് പറയുന്നത്, അത് നമ്മൾ ജാതകത്തിൽ നോക്കും. അപ്പം ചന്ദ്രൻ്റെ ബലം നോക്കും. പിന്നെ അതുപോലെ തന്നെ ലഗ്നത്തിൻ്റെ ബലം, ഇതൊക്കെ നോക്കിയിട്ട് ലഗ്നം, ഭാഗ്യസ്ഥാനം, ഇവയൊക്കെ നോക്കും. ഇപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് രത്നം ധരിക്കാം. ചില ആൾക്കാരാണെങ്കിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ കല്ല് ധരിക്കാൻ പറയും. തെറ്റാണ്. ഭാഗ്യാധിപൻ്റെ കല്ല് ധരിച്ചാലേ ആ കർമ്മസ്ഥാനം അനുകൂലമായി വരുള്ളൂ. അപ്പം കർമ്മസ്ഥാനത്ത് അങ്ങനെ ഏത് ഗ്രഹമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ വഴിപാടുകളും പൂജാതി കർമ്മങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അത് പ്രാർത്ഥന, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നാലും അവരവരുടെ മത ആചാരപ്രകാരം തന്നെയാണ് ഇതുവരെ ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇന്ന അമ്പലത്തിൽ ചെയ്യണമെന്നില്ല. പല ആൾക്കാരും കാണാൻ ക്രിസ്ത്യൻസ്, മുസ്ലിം സഹോദരങ്ങൾ എല്ലാം വരാറുണ്ട്. തിരുവോണ നക്ഷത്രത്തിന് പേളാണ് ധരിക്കുന്നത്. അവരുടെ ജന്മനക്ഷത്ര കല്ല് പേളാണ്. പക്ഷേ ആ മരതകമല്ലേ? അല്ല,
മരതകം ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തിരുവോണ നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രക്കല്ല് പേളാണെന്ന് നമ്മൾ നക്ഷത്രപ്രകാരമുള്ള രത്നമാണ്. അത് ധരിച്ച ഗുണം കിട്ടുമോ എന്നറിയണമെന്നുണ്ടെങ്കിൽ ജനന സമയം വരണം. ആ ജനന സമയം കിട്ടുമ്പോഴാണ് ആ ചന്ദ്രൻ നിൽക്കുന്നത് ലഗ്നാൽ നമ്മുടെ ശരീരത്തിന്റെ അനിഷ്ടഭാവങ്ങളിൽ. നമ്മൾ ഈ ജ്യോതിഷം ബുക്കുകളിലൊക്കെ നോക്കുമ്പോൾ നക്ഷത്രം, തിരുവോണം, വാഹന, മൃഗം, കുരങ്ങ് ഇങ്ങനെ എഴുതിക്കും. കോഴി. ഇവിടെ നമുക്ക് ജെം കൺസൾട്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമ്മൾ ജാതകം നോക്കിയിട്ട് ഏത് രത്നം ധരിച്ചാൽ നല്ലതായിരിക്കും. ചിലപ്പോൾ ഈ തിരുവോണ നക്ഷത്രക്കാർക്ക് ഡയമണ്ട് വരുന്നവരുണ്ട്. ഡയമണ്ട്, മരതകം, ബ്ലൂ. എന്നോട് അങ്ങ് പറഞ്ഞത് എനിക്ക് ഡയമണ്ട് ആണ് നല്ലത്. ഡയമണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമാണ്. ദൃശ്യമാധ്യമ രംഗത്ത് അതിന് അളവുണ്ടോ ധരിക്കുന്നതിന്? ഓരോരുത്തരുടെയും അളവുണ്ട്. അതെങ്ങനെയാണ്? അത് നമ്മുടെ ജാതകത്തിൽ ശുക്രൻ്റെ രത്നമാണ് ഡയമണ്ട്, വജ്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജാതകം സെർച്ച് ചെയ്യുമ്പോൾ, ഗ്രഹനില നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ശുക്രൻ്റെ ബലം നോക്കും. ശുക്രൻ നല്ല സ്ഥാനത്താണെങ്കിൽ നമുക്ക് കുറച്ച് സെൻറ്റ് ധരിച്ചാൽ മതി. ചിലർക്ക് 20 സെൻറ്റൊക്കെ മതിയാവും, ചിലർക്ക് 50 സെൻറ്റ്, ഇങ്ങനെയൊക്കെ വരും. 10 സെൻറ്റ്, നവരത്ന മോതിരത്തിൽ 10 സെൻറ്റ് മുതലാണ് ഡയമണ്ട് വരുന്നത്. ഈ നവരത്ന മോതിരങ്ങൾ എല്ലാവർക്കും ധരിക്കാം? അത് 100% എല്ലാവർക്കും ധരിക്കാം. പക്ഷേ ചിലർ പറയും അയ്യോ അത് ധരിക്കാൻ പാടില്ല. യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നവരത്ന മോതിരം ആർക്കും ധരിക്കാം. കാരണം നടുക്ക് സൂര്യൻ്റെ കൺട്രോളിലാണ് ബാക്കിയുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും പൊസിഷൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സൂര്യനെ നടുക്ക് നിൽക്കുന്നിടത്തോളം ചിലരാണെങ്കിൽ ഈ നവരത്ന മോതിരം ചെയ്തൊക്കെ ലോക്കലായിട്ടൊക്കെ ചില ജ്വല്ലറിയിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ തെറ്റിയാണ് വരുന്നത്. നവരത്ന മോതിരം ആർക്കും ധരിക്കാം. അത് കോമണാണ്. അത് നമുക്ക് സിംഗിൾ സ്റ്റോൺ ധരിക്കുന്നതിൻ്റെ അത്ര ഗുണം കിട്ടുമെന്ന് കേട്ടാൽ ബുദ്ധിമുട്ടാണ്. സിംഗിൾ സ്റ്റോൺ എന്ന് പറഞ്ഞൊരു പ്രത്യേകതയാണ്. അതിന് അത്രയും ക്യാരറ്റും പവറും ഒക്കെ ഉണ്ടാവും. നവരത്ന മോതിരത്തിന് പവറില്ല എന്ന് പറയാനില്ല, നല്ലതാണ്, പവറുണ്ട്. ആ എല്ലാ കല്ലുകളും നല്ലതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ നല്ല കല്ലുകളും മോശം കല്ലുകളും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തിരിച്ചറിയാം സാർ. എന്താണെന്ന് വെച്ചാൽ അത് എളുപ്പത്തിൽ പറയാം. നമുക്ക് ഒരുപാട് ലാബുകളുണ്ട്. ലാബ് മുഖാന്തരമാണ് ഈ ജെം സ്റ്റോണൊക്കെ സെലക്ട് ചെയ്യുന്നതും. ലാബിൽ അവർ പോയിട്ട് ഒരുപാട് ടെസ്റ്റ് നടത്തിയിട്ടാണ് സർട്ടിഫിക്കേഷൻ ഏത് ജ്വല്ലറിക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് ആ ജ്വല്ലറിയിൽ തന്നെ ആ ലാബുകാർ കൊടുത്തിരിക്കും. ആ ജ്വല്ലറിയുടെ ഡീറ്റെയിൽ എല്ലാം ഉണ്ടാകും. പക്ഷേ ചില ജ്വല്ലറികളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പല ഭാഗത്തും നിന്നും പല ജ്വല്ലറികളിൽ നിന്നും ധരിച്ചു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളവരുണ്ട്, കിട്ടാത്തവരുണ്ട്. പക്ഷേ ചില ജ്വല്ലറികളിൽ വളരെ മോശമായിട്ടാണ് കല്ലുകൾ കൊടുക്കുന്നത്. അത് ഞാൻ ഈ അടുത്ത് കേട്ടതാണ്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു പ്രമുഖമായ ജ്വല്ലറി, അവർക്ക് ഡയമണ്ടിന്റെ പണിക്കൂലിയും ഡയമണ്ടിന്റെ വിലയൊക്കെ ഭയങ്കര കുറവാണ് മറ്റ് ജ്വല്ലറികളെ അപേക്ഷിച്ച്. പക്ഷെ എന്നോട് ഒരാൾ പറഞ്ഞത് അവിടെയാണ് അവരുടെ ബിസിനസ് എന്നാണ്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഡയമണ്ടാണ് ഇവർ കൊടുക്കുന്നത്. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപക്ഷെ ഈ ചാനലിൽ ഞാനത് സത്യസന്ധമായിട്ട് പറയുമ്പോൾ ചിലർക്കൊരു തിരിച്ചറിവുണ്ടാകും. ഡയമണ്ട് വാങ്ങുക എന്ന് പറയുമ്പോൾ ഒരു സർട്ടിഫിക്കേഷൻ അടക്കം തരും. അതിൽ ചില ആൾക്കാർ കുഴപ്പിച്ച് കളയും. അത് പ്രത്യേകിച്ച് പറയണമെങ്കിൽ കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന സെയിൽസ്മാൻ അല്ലെങ്കിൽ സെയിൽസ് ഗേൾ അവർ പറയും സാർ ഈ ഡയമണ്ട് എടുക്കുക. അപ്പോൾ ഉദാഹരണം ഒരു ഡയമണ്ട് റിങ് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് നെക്ലസ് അവർ ഒരു 2 ലക്ഷം രൂപയ്ക്ക് നോക്കാം. അതേപോലെ 1 ലക്ഷം രൂപ, 90,000 രൂപ ഇങ്ങനെയൊക്കെ വരുമല്ലോ, വില വരുമല്ലോ. ആ സെൻറ്റ് അനുസരിച്ചിട്ടും ആ ഗോൾഡിൻ്റെ 18 ക്യാരറ്റിൻ്റെ റേറ്റൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരുമല്ലോ. അത് വാങ്ങുമ്പോൾ ഇവർ പറയും, സാധാരണയായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ചാനലിൽ കാണുന്ന പ്രേക്ഷകർക്കും ഏതെങ്കിലും ഒരു ജ്വല്ലറി ഉടമയ്ക്കും അത് ഉപകാരപ്പെടട്ടെ എന്ന് കൂടി വെച്ചിട്ട് പറയണം. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങും സാർ, അവരെ അടിച്ചേൽപ്പിക്കും പോലെയാണ്. അത് സെയിൽ ചെയ്യാം നല്ല രീതിയിൽ. അപ്പോൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് സാർ ഇത് ഇന്നിപ്പം ഇതൊരു 50,000 രൂപ വിലയുണ്ട് സാർ, ഇത് എപ്പോഴെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ബൈബാക്ക് കൊണ്ട് തിരിച്ചെടുക്കും എന്നിവർ പറയാറുണ്ട്. അപ്പോൾ തിരിച്ച് കൊടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജ്വല്ലറിയിലെ കൊണ്ടുവരാവും. അപ്പോൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന മറ്റൊരു ജ്വല്ലറിയിൽ എടുക്കാറില്ല. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓരോ ജ്വല്ലറിക്കും പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വ്യത്യാസം ഉണ്ടാവാം. പല കാരണങ്ങളുണ്ട്. പല ജ്വല്ലറിയുടെ കാര്യങ്ങളും എനിക്കറിയാം. ഞാനിപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഒരു ജ്വല്ലറിയുടെ പേര് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കുള്ള ഡയമണ്ട് റിങ് വാങ്ങിയിട്ട് കൊടുക്കുമ്പോൾ ഈ റേറ്റ് കിട്ടില്ല. ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സാറ് ഇന്നിത് വാങ്ങുമല്ലോ, ഇത് എപ്പോഴെങ്കിലും സാറിന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ മാഡത്തിന് ഇത് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ ഇത് തിരിച്ച് കൊടുക്കുമ്പോൾ അന്നത്തെ റേറ്റ് കിട്ടുമെന്ന് പറയും. ഞാനിത് പറഞ്ഞത് വ്യക്തമാണ്. അന്നത്തെ റേറ്റ് എന്ന് പറയും. അതായത് നമ്മൾ എപ്പോഴാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം 2030 കൊടുത്താൽ അന്നത്തെ റേറ്റ് കിട്ടും. എന്നാൽ ചിലർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ റേറ്റ് കിട്ടും. ഇത് രണ്ടും തമ്മിൽ കുഴപ്പിക്കും. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് പണയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ കൊണ്ടു കൊടുക്കുമ്പം അവർ പറയും അയ്യോ അത് ഞങ്ങളുടെ ബ്രാഞ്ചിൽ നിന്ന് വാങ്ങിയതല്ല, ഒരു കടയ്ക്ക് തന്നെ ഒരുപാട് ഉണ്ടാവും, അപ്പോൾ ഇന്ന കടയെന്ന് പറയില്ല, അപ്പോൾ അവിടെ കൊടുക്കണമെന്ന്. അപ്പോൾ ഈ കസ്റ്റമർ വീണ്ടും വാങ്ങാൻ വരുമ്പോൾ പറയണത് എന്താണെന്ന് അറിയാമോ, ഞങ്ങളുടെ ഏത് ഷോപ്പിൽ കൊടുത്താലും കാശ് കിട്ടും. അപ്പോൾ ഇതിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അങ്ങനെ ചിലർ പെട്ടുപോകാറുണ്ട്. അത് കൃത്യമായിട്ടില്ലെങ്കിൽ ബില്ലിൽ ഇങ്ങനെ നോട്ട് ചെയ്യണം, ഞങ്ങളുടെ ഈ സാധനം നമ്മുടെ ജെം സ്റ്റോണായി ബന്ധപ്പെട്ട ഡയമണ്ട് തിരിച്ചു കൊടുത്താൽ എടുക്കും,
അത് നിങ്ങളുടെ ഏത് ഷോപ്പിലും കൊടുക്കാം എന്ന് എഴുതണം. അത് ഇവർ കേൾക്കത്തില്ല. എന്ന് വെച്ചാൽ അവർ സാധാരണ ഞാൻ പറയാം അങ്ങനെ കസ്റ്റമേഴ്സിനെ ഒന്ന് ബിസിനസ് അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അത് ചെയ്താൽ അവർക്കൊരു ആശ്വാസമാകും, അവർക്കൊരു വിശ്വാസം വർദ്ധിക്കും. ഇതിൻ്റെ റേറ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങുന്ന ഡയമണ്ടിൻ്റെ റേറ്റ് മറ്റൊരു ജ്വല്ലറി പോകുമ്പോൾ വ്യത്യാസമാണ്. അത് ഈ കല്ലിൻ്റെ വ്യത്യാസം തന്നെ ആയിരിക്കുമല്ലോ. കല്ലിൻ്റെ വ്യത്യാസം ഉണ്ടാകും, അത് നമുക്ക് തിരിച്ചറിയാനും പറ്റും. അതുകൊണ്ട് അത് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കണക്കനുസരിച്ചിട്ട് ഏത് ജ്വല്ലറിലും ഒരു ജെം കൺസൾട്ടൻ്റ് ഉണ്ടാകണം. കാരണം ഇപ്പോൾ എന്നെ വന്ന് കണ്ടു ഞാനൊരാൾക്ക് മരതകം എഴുതി അല്ലെങ്കിൽ ഒരു പേൾ എഴുതി. ഇത് എന്നെ വന്ന് കണ്ടിട്ട് ചിലർ ബുക്ക് ചെയ്തിട്ട് പോകും, ആ ജ്വല്ലറിൽ ബുക്ക് ചെയ്യും. അതല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് വാങ്ങാൻ വരും. വാങ്ങാൻ വന്നിരുമ്പോൾ ഇവർ വാങ്ങിയിട്ട് അങ്ങ് പോകും. കുറച്ച് ദിവസം കഴിയുമ്പം ഈ കല്ലിന് എന്തെങ്കിലും പൊട്ടലോ പോറലോ ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ന കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പൊട്ടിപ്പോയി പോറലേറ്റിട്ടുണ്ട്, തിരിച്ചെടുക്കണമെന്ന് പറയും. ഒരു ജ്വല്ലറിയും തിരിച്ചെടുക്കാറില്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജ്വല്ലറി തുറന്നു വെച്ചിട്ട് അതിൻ്റെ ഉടമ ബിസിനസ്സിന് വേണ്ടി ഇരിക്കുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ആ വരവും അവരുടെ ഡീലിംഗും ഒന്ന് കറക്റ്റായിട്ട് സ്റ്റാഫുകളെ കൊണ്ടൊന്ന് ചെയ്യേണ്ട. ഒരു ജ്വല്ലറിയിൽ ഒരു മോതിരം ബുക്ക് ചെയ്ത് പോയാൽ അത് പൊട്ടലോ പോറലോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഡിസ്പ്ലേയിൽ വരെ വയ്ക്കാൻ. ഞാൻ അങ്ങനെ പറയും. ഇത് ചിലർ അങ്ങനെയൊന്നും ചെയ്യാറില്ല. വരുമ്പോൾ ഓർഡർ കൊടുക്കും, വിളിച്ചു കൊടുക്കും. അതെ, എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഈ ഇടയിൽ. എന്നോട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു ഏറ്റവും അടുപ്പമുള്ളൊരു ജോത്സ്യൻ എന്നോട് പറഞ്ഞു ജന്മനക്ഷത്രക്കല്ല് തയ്ച്ചാൽ നന്നായിരിക്കും. അദ്ദേഹം എനിക്ക് എഴുതിയത് മരതകമോ അല്ലെങ്കിൽ നവരത്ന മോതിരമോ ഡയമണ്ട് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് ഓർക്കുന്നില്ല. ഞാനതിങ്ങനെ എനിക്ക് വലിയ ഭ്രമമില്ലാത്തൊരു സാധനമാണ് ഈ ആഭരണങ്ങളൊക്കെ. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ, അതിപ്പോൾ ഭാര്യ ഒരെണ്ണം വാങ്ങി തന്നാലോ അല്ലെങ്കിൽ അമ്മ ഒരെണ്ണം വാങ്ങി തന്നാലോ ആരെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ എൻ്റെ ഈ കയ്യിലേക്ക് കിടക്കുന്നതൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഇട്ടേക്കുന്നതല്ല. ഇതുപോലെ ഇപ്പം അങ്ങ് എനിക്ക് വന്നപ്പോൾ രുദ്രാക്ഷമാണ് എനിക്ക് കൊണ്ടുതന്നത്. സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. മഹാദേവന്റെ ഭക്തനാണ്, അതുകൊണ്ടാണ് രുദ്രാക്ഷം. അതെ, അങ്ങേപോലെ നമ്മളെ കാണാൻ ഓരോരുത്തർ വരുമ്പോൾ ഇതൊക്കെ മറ്റേ നാച്ചുറൽ സ്റ്റോൺസ് ആണ്. ഇതൊക്കെ ഓരോരുത്തരായി കൊണ്ടുവരുന്നു. ഇത് പൊട്ടിപ്പോകുന്ന വരെ നമ്മുടെ കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ചുമന്ന ചരടൂടെ കയറിയിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടുത്തെ പൂജാരി സന്തോഷത്തോടെ കെട്ടിത്തന്നു. ഒരു പൂമാല അണിയിച്ചിട്ട് ഇത് കെട്ടിത്തന്നാണ്. അപ്പം ഇതൊക്കെ ഒരു മഹാഭാഗ്യം എന്ന് പറയും, എല്ലാവർക്കും കിട്ടാൻ ഇല്ല. അല്ല, എന്തോ അത് ഒരു തമിഴ്നാട്ടിലൊരു ക്ഷേത്രത്തിലൊരു വിശ്വാസപരമായ ഒരു ബാക്ക് വേണ്ടിയിൽ വരുന്നുണ്ടാവും. ഞാൻ ഈ കഥയൊക്കെ കേട്ടപ്പോൾ വളരെ വലിയ താല്പര്യമില്ലാതെ അവിടെ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ഒരു എനർജി തോന്നി. ഞാൻ ആദ്യം ചെന്ന് അവിടുത്തെ പൂജാരിയായിട്ട് സംസാരിക്കും. ഇദ്ദേഹം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുക. അത് വലിയ താല്പര്യമില്ലാതൊക്കെ സംസാരിച്ചു. ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് നമ്മളോട് എന്തോ ഒരു ഇഷ്ടമൊക്കെ തോന്നി. കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ഞാൻ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു നമ്പർ കിട്ടിയിട്ടില്ല, അതുമായിട്ടാണ് പോയത്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇന്ത്യൻ റെയിൽവേ അവരുടെ എഞ്ചിൻ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്ന ക്ഷേത്രമാണ്. തമിഴ്നാട്ടിലാണ്. പണ്ഡിറ്റ് കറുപ്പസ്വാമിയാണ് പ്രതിഷ്ഠ. അവിടെ മറ്റേ മൃഗബലിയൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ്, കാവട്ടൊക്കെ നടക്കുന്ന. അതിനുശേഷം ഞാൻ അന്നേരം വിചാരിച്ചു, എടാ ഇന്ത്യൻ റെയിൽവേ, അപ്പോൾ എൻ്റെ ഫാദറിലോ ഇന്ത്യൻ റെയിൽവേയിലാണ്. അപ്പോൾ എനിക്ക് ഒരു സർക്കാരിൻ്റെ ഒരു പ്രിലിമിനറി എക്സാം എങ്കിലും ഞാൻ എഴുതിയിട്ടില്ല. 3-4 എക്സാം എഴുതിയതിൽ പ്രിലിമിനറി എങ്കിലും പാസ്സായത് റെയിൽവേയുടെ ഒരു എക്സാമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന് പൂജ നടത്തുന്ന ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ വണ്ടിയായിട്ട് വന്നിട്ട് പൂജ നടത്തിയില്ലെങ്കിൽ ശരിയല്ലല്ലോ. ഞാൻ വണ്ടി എടുത്തിട്ട് അദ്ദേഹം പൂജയൊക്കെ ചെയ്തിട്ട് എന്നോട് പോകാൻ നിൽക്കുമ്പോൾ എന്നോട് പറഞ്ഞു അകത്തേക്ക് വരാൻ പറഞ്ഞു. അതുവരെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്തോ ആയിരുന്നു അവിടെ പൂജ ചെയ്തുകൊണ്ട്. എന്നെ വിളിച്ചകത്തുകൊണ്ട് പോയി, എൻ്റെ ചാവി മേടിച്ചകത്തുകൊണ്ട് പോയി സ്പെഷ്യൽ പൂജയൊക്കെ നടത്തി അകത്തുനിന്ന് ഒരു പൂമാലയൊക്കെ കൊണ്ടിട്ട് ഒരു പുള്ളി എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് ഫാമിലിയായിട്ട് ഒരു ദിവസം വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പവർ നമുക്ക് ഫീൽ ചെയ്തൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കല്ല്, ജന്മനക്ഷത്ര കല്ല്. അപ്പോൾ എനിക്ക് മാത്രമല്ല, അന്ന് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം എഴുതി തരുന്നത്. ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പിട്ടാണ്. അപ്പോൾ എൻ്റെ സഹോദരി ഭർത്താവിന് ഈ കല്ല് എഴുതിയിട്ടുള്ളത്. അവർ ഗവൺമെൻറ് സർവീസിലാണ് രണ്ടുപേരും. അവർ രണ്ടുപേരും ഇത് വാങ്ങി ധരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു ഒരു വെള്ളിപ്പാദസ്വരം മാറി വാങ്ങണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു സിൽവർ പാലസിൽ പോയി. അപ്പോൾ ഇവളുടെ കാലിലെ ഒരു പാദസ്വരത്തും പൊട്ടിച്ചപ്പോൾ തന്നെ ഇവൾക്ക് മാറ്റി വാങ്ങേണ്ടുന്ന വെള്ളിയുടെ അളവ് കഴിഞ്ഞു. അപ്പം രണ്ടാമത് വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഒരെണ്ണം നശിപ്പിച്ചു അവർ പൈസ എടുത്ത് തരികയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഗണപതിയോട് എനിക്ക് ഒരു പ്രത്യേക താല്പര്യമുള്ള ഗണപതിയുടെ ഒരു പൂർണ്ണകായ സാധനമുള്ളൊരു മോതിരം അത് ഞാൻ വാങ്ങി. എന്നിട്ടും 10,000-ൽ കൂടുതൽ രൂപ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും മറ്റേ മുതിര കൊടുക്കുമോ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മരതകമുണ്ടോ, ജന്മനക്ഷത്ര കല്ലുണ്ടോ എന്ന് ചോദിച്ചു. പണിഞ്ഞു തരാം സാറേ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ക്ഷമയില്ലാത്ത ഒരാൾ. ഒരു സാധനം ആഗ്രഹിച്ചാൽ അപ്പം വാങ്ങാം, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അതിന് പിന്നാലെ പോയില്ല. അപ്പോൾ അവിടെ നിന്ന് സെയിൽസ്മാൻ അകത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ സാറേ ഒരെണ്ണം ഉണ്ട് നോക്കൂ, സാറിൻ്റെ കൈ കാണാം. കറക്റ്റ് എൻ്റെ കൈക്ക് ഫിറ്റ്. ചെറുവിരലിൽ അണിയാനാണ് മറ്റേ അദ്ദേഹം പറഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം. എമറാൾഡ് എപ്പോഴും ചെറുവിരൽ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മോതിരവിരൽ. ചെറുവിരൽ അദ്ദേഹത്തിന്റെ സ്വന്തം വീടാണ്. ബുധന്റെ രത്നമാണ് എമറാൾഡ്. ആ ബുധന്റെ വിരലാണ് ഈ പറഞ്ഞ ചെറുവിരൽ. അപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കെന്നാൽ ഭീമയിൽ പോയിട്ട് സ്വർണ്ണത്തിൽ വാങ്ങാം. നമ്മൾ വേണ്ട, വെള്ളി മതി.
അപ്പം സ്വർണം വാങ്ങി നമ്മൾ പണയം വെക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് 10,000 സംതിങ് എന്തോ ആയി. മോതിരവും ഇതും കൂടി അത് വാങ്ങി. പിന്നെ ഞാൻ മോതിരങ്ങൾ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ ഈ ഗണപതിയുടെ ഇതും കൂടി ഇട്ട സമയത്ത് കല്യാണ മോതിരം എടുത്തിട്ടു. ഇത് കുറച്ച് ദിവസം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കുറേ ഷൂട്ടിനൊക്കെ പോയി. ശരി. ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൽ ക്രാക്ക് വീണു. അതായത് നമ്മുടെ ഗ്ലാസ്സിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ, വണ്ടിയുടെ ഗ്ലാസ്സിൽ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എങ്ങനെയാണോ ക്രാക്ക് വീഴുന്നത്, അത്തരത്തിൽ ഒരു സ്പോട്ടിൽ നിന്ന് 3 വരകൾ. അപ്പോൾ ഞാനത് തിരിച്ച് എപ്പോഴെങ്കിലും ജ്വല്ലറി പോയി ചോദിക്കണം, എന്നെ പറ്റിച്ചതാണോ എനിക്ക് അറിയണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ നിരഞ്ജന മാഡം ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നു. അപ്പോൾ ഞാൻ നിരഞ്ജന ഇങ്ങനെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ കേസൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ഒരു ടൈഗർ ഐയുടെ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് കയ്യിൽ നിന്ന് പൊട്ടി. തിരിച്ച് അയക്കാൻ വന്നിട്ട് ഞാൻ അയച്ചിട്ടില്ല, വെച്ചോണ്ടിരിക്കുന്നു. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിൽ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയൊക്കെ പോയി, അപ്പോൾ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു. ഇനി അത് ഉപയോഗിക്കേണ്ട, വെള്ളത്തിൽ കളഞ്ഞ, വില നോക്കണ്ട പോയി എന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ വേറെ 2-3 പേരോട് ഇതുപോലെ ചോദിച്ചപ്പോഴും ഇവരെല്ലാം പറഞ്ഞതാണ്. അതായത് രോഹിതിന് അടിക്കേണ്ടുന്ന നെഗറ്റീവ് എനർജി ഒരു സോളിൻ്റെ പ്രസൻസ് ഇതിലടിച്ചു പോയി. ഞാൻ പോയ സ്ഥലങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ജോലി ഇതായതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമല്ലോ. അവിടുന്ന് വന്ന ആ സ്റ്റോണിൽ അടിച്ചു പോയതാണ് രോഹിത്തെ അത് ഉപയോഗിക്കും. പക്ഷെ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, കളഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇതുപോലുള്ള നെഗറ്റീവ് എനർജിയൊക്കെ തീർച്ചയായിട്ടും ഈ കല്ലുകൾ ഉണ്ട് അബ്സോർവ് ചെയ്യും. നമ്മൾ ഈ രത്നങ്ങൾക്ക് യാതൊരു അശുദ്ധക്കേടും കൽപ്പിക്കുന്നില്ല. ഇത് ചിലർ പറയും അങ്ങനെ മരണ വീട്ടിട്ടുകൊണ്ട് പോകാൻ പാടില്ല. ഒന്നുമില്ല. സൂര്യപ്രകാശവും സ്റ്റോണുമാണ്. സൂര്യപ്രകാശം അടിച്ചിട്ട് അതിൻ്റെ വെളിച്ചമാണ് നമുക്ക് ഞരമ്പോഴി വന്ന് റേഡിയേഷനായിട്ട് വരുന്നത്. അപ്പോൾ ഈ രത്നങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരാറില്ല. എന്നാൽ ഇപ്പോൾ നടക്കുന്ന നാളെ ആപത്ത് വരുന്നുണ്ട്, നീ നല്ലപോലെ സൂക്ഷിച്ചു, അങ്ങനെയല്ല. നമ്മുടെ മനസ്സിലൊരു ഐഡിയ വരും. നമ്മളൊരു വ്യക്തിയുടെ നമ്മളൊരു വഴിയിലോട്ട് പോകുമ്പോൾ, ഒരു യാത്രയിലോട്ട് പോകുമ്പോൾ നമുക്കവിടെ എന്ത് സംഭവിക്കും, ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്ത് വരാം, നമ്മൾ ആ പെട്ടെന്ന് ഐഡിയയിൽ വരും. അത് ഗ്രഹത്തിൻ്റെ ആ പൊസിഷന് നമുക്ക് ആ ഗ്രഹത്തിൽ നിന്ന് കിട്ടുന്ന പവറുമാണ്. ആ ഗ്രഹം നമുക്ക് അനുകൂലമായിട്ട്, ചില ഗ്രഹങ്ങൾ നമുക്ക് മോശമായിട്ട് സഞ്ചരിക്കുമ്പോൾ ചില ഗ്രഹങ്ങൾ നമുക്ക് അനുകൂലമായി വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ചിലത് കണ്ണിന് വരാമെന്നുള്ളത് പിരിയത്ത് കിട്ടിയെന്നൊരു പറയുന്ന പോലെയാണ് ഇപ്പോൾ സാറിൻ്റെ ഈ കാര്യം പറഞ്ഞത്. അങ്ങനെയുള്ള വേറെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചിലർക്ക് കളഞ്ഞു പോയിട്ടുണ്ട്. ചിലർക്ക് അതുപോലെ തന്നെയാണ് ഈ കണ്ടക ശനി എന്നൊക്കെ പറയും. അത് ശനിയുടെ രത്നമാണ് ബ്ലൂ സഫയർ. ഈ ബ്ലൂ സഫയർ ധരിക്കുന്നത് എല്ലാവരും, ചില അസ്ട്രോളജർ പറയും കണ്ട ശനിയല്ലേ പേടിക്കേണ്ട, 7 ശനിയല്ലേ പേടിക്കേണ്ട, ശനിയുടെ കല്ല് വെച്ചിട്ടെന്ന് പറയും. ആ ശനി ഇദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അഷ്ടമാധിപനോ 6ാം ഭാവാധിപനോ അല്ലെങ്കിൽ 6, 8, 12 രാശികളിൽ അധിപനോ എല്ലാം ആണെന്നുണ്ടെങ്കിൽ തീർന്നു. പിന്നെ തിരിച്ചടിക്കണം മാത്രമല്ല, പിന്നെ ചിലർക്ക് ധരിച്ചിട്ട് പിന്നെ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്.